ഹലോ ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് സോസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം, അതുപയോഗിച്ച് നമുക്ക് കുട്ടികൾക്ക് വളരെയൊക്കെ ഇഷ്ടമുള്ള പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ വിബി അച്ചു ഹോം. ഞാൻ 200 ഗ്രാമോളം പാസ്ത എടുത്തിട്ടുണ്ട്. ഈ സൈസിനും ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. പാസ്തയുടെ സൈസിനും ഷേപ്പിനും അനുസരിച്ച് അത് നമ്മൾ വേവിക്കുന്നതിൽ സമയത്തിന് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. പാസ്ത എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാസ്തയുടെ അളവിൻ്റെ 5 ഇരട്ടിയിൽ കൂടുതൽ വെള്ളത്തിൽ വെച്ചിട്ട് വേണം പാസ്ത വേവിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പാസ്തയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സൈസിലുള്ള പാസ്ത വേവാനായിട്ട് ഒരു 11 മുതൽ 12 മിനിറ്റ് വരെ സമയമെടുക്കും. പാസ്ത വെന്തോന്ന് അറിയാനായിട്ട് ഒരു പാസ്ത എടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലപോലെ കട്ടായി പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ പാസ്ത വെന്തെന്ന് മനസ്സിലാവും. ഇനി പാസ്ത നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം 1-2 പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ച് അത് ഊറ്റിക്കളഞ്ഞ് പാസ്ത എടുത്ത് വെക്കുക. അതേ പാസ്ത വേവിക്കാൻ വെച്ച അതേ സമയത്ത് തന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ ഒരു 700 ml പാലെടുത്തിട്ടുണ്ടായിരുന്നു. പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ടാണ് പാൽ തിളപ്പിച്ചിരിക്കുന്നത്. ബേ ലീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ചെറിയൊരു സവാളയുടെ 2 ലെയർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 6-7 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. നമുക്ക് പാസ്തയ്ക്കയുടെ വൈറ്റ് സോസിന് അല്പം ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബേ ലീഫും സവാളയും ചേർത്ത് കൊടുക്കുന്നത്. ഗ്രാമ്പൂ ഇതുപോലെ സവാളയിൽ കുത്തിയതിന് ശേഷം നമ്മുടെ പാലിലേക്ക് ഇട്ട് കൊടുക്കുക. ബേ ലീഫിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രാമ്പൂ ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ചൂട് പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫ്ലേവറെല്ലാം പാലിലേക്ക് ഇറങ്ങി കിട്ടുന്നതാണ്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വീതം ക്യാരറ്റും ബീൻസും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പാസ്ത എപ്പോഴും തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന ഓയിൽ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ എടുക്കണം. വെളിച്ചെണ്ണ പോലെയുള്ള ഓയിലുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതൊരു 1-1.5 മിനിറ്റോളം നമ്മൾ ക്യാരറ്റും ബീൻസും ഒന്ന് വഴറ്റിയെടുക്കണം. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാസ്ത റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് 3 റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പാസ്ത തയ്യാറാക്കാനായിട്ട് പോകും. ആദ്യം നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇതിലേക്ക് 2 ക്യൂബ്സ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചെറുതായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 10 സെക്കൻഡോളം ഒന്ന് സോട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും ബട്ടറും ബാക്കി ഉരുകി കിട്ടും. നമ്മൾ പാസ്ത തയ്യാറാക്കുമ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ പാസ്തയ്ക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ട് പോകാവൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. കോൺഫ്ലവർ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി ഒന്ന് കളർ മാറുന്ന സമയത്ത് നമ്മൾ ബോയിൽ ചെയ്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ബേ ലീഫും സവാളയും എടുത്ത് മാറ്റിയതിന് ശേഷം 1 കപ്പ് ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തിരിക്കണം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് തുടങ്ങുന്ന സമയം ബാക്കി പാലോട് ഒഴിച്ച് കൊടുത്ത് അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വൈറ്റ് സോസ് ഒന്ന് കുറുകി തിക്കായി തുടങ്ങുന്ന സമയത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ എരിവ് വേണ്ടെങ്കിൽ കുരുമുളക് പൊടി മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ നല്ല ഒരു വൈറ്റ് സോസാക്കി കെട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്തയും ചേർത്ത് കൊടുത്ത് നമ്മുടെ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ക്രീം വെച്ചിട്ടാണ് വൈറ്റ് സോസ് ഇതുപോലെ ഉണ്ടാക്കാതെ ക്രീം വെച്ചിട്ടാണ് പാസ്ത തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ക്രീം ഒഴിച്ച് കൊടുത്ത് നല്ല ക്രീം ഒന്ന് തിക്കായി കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. അന്നേരം അങ്ങനെയാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചീസാണ്. ചീസൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പാസ്തയ്ക്ക് ഒരു പിങ്ക് കളർ വേണമെങ്കിൽ ഒരു 2 തക്കാളി നല്ലതുപോലെ അരച്ച് പ്യൂരിയാക്കി നമ്മൾ ആ സോസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാസ്തയ്ക്ക് ഒരു പിങ്ക് കളർ കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്ത തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.